ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ അംഗനവാടികൾക്കുള്ള കളിയുപകരണങ്ങൾ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം എ ഷാബിറ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്ത് 2023-24 വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് പഞ്ചായത്തിലെ 40 അംഗനവാടികളിലേക്കുള്ള കളിയുപകരണങ്ങൾ വിതരണം ചെയ്തത്. ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ ഷാബിറ ടീച്ചർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ അംഗനവാടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ കുട്ടികൾ പഠനത്തിലേക്ക് അല്ലെങ്കിൽ സമൂഹത്തിലേക്ക് ആദ്യമായി എത്തുന്ന ഒരിടമാണ്. കുടുംബം എന്നുള്ള സമൂഹത്തിൽ നിന്നും അവർ പുറത്തേക്ക് വരികയും ആദ്യമായി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ പഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലത്ത് അവർക്ക് അനുയോജ്യമായ രീതിയിലേക്ക് ഒരുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. നമ്മുടെ കേരള സർക്കാർ ആണെങ്കിലും വനിതാ ശിശു വികസന വകുപ്പാണെങ്കിലും അംഗനവാടികൾക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പുറമെയാണ് ഇത്തരത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ സംവിധാനത്തോടുകൂടി അംഗനവാടികളുടെ കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണം. പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടികൾ പ്രീ പ്രൈമറി സ്കൂളുകളിൽ പോകുമ്പോൾ പഠിക്കാൻ പറയുമ്പോൾ അവരുടെ സിലബസ് അനുസരിച്ച് എഴുതാനും വായിക്കാനും മറ്റു ചെറിയ കളികളുമാണെങ്കിൽ അംഗനവാടികളിൽ എത്തുന്ന കുട്ടികൾക്ക് ആ കുട്ടികൾ നേടിയെടുക്കേണ്ട, ആ പ്രായത്തിൽ നേടിയെടുക്കേണ്ട എല്ലാ പ്രാപ്തിയും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്താണ് അംഗനവാടിയിലെ കുട്ടികളുടെ പരിചരണവും നിങ്ങൾ അവരെ നോക്കുന്നത് നമുക്കറിയാം. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി ഗോപാലകൃഷ്ണൻ അധ്യക്ഷയായിരുന്നു. ICDS സൂപ്പർവൈസർ ശ്യാംലി വിശ്വൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് TP രജീഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പ്രിയ പ്രശാന്ത്, ജലജ ശശികുമാർ, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി ടീച്ചർ M ഉഷാദേവി, മറ്റ് അംഗനവാടി ടീച്ചർമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.